ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺ സൈഡ് ലവുമായിട്ട് വിഷമിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് ഇവരൊരാളെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തിരിച്ച് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്കത് അറിയില്ല എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് എൻ്റെ വൺ സൈഡ് ലവ് വിജയിപ്പിക്കാനായിട്ട് പറ്റുക എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വൺ സൈഡ് ലവ് വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൺ സൈഡ് ലവ് വിജയിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആ പേഴ്സന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയാണുള്ളത്. അതായത് അവർ റിലേഷൻഷിപ്പിലാണോ, കമ്മിറ്റഡ് ആണോ, അതല്ലെങ്കിൽ സിംഗിൾ ആണോ, മാരീഡ് ആണോ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില ആളുകളുണ്ട്, ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ടാവില്ല. അതായത് അവരുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ്. പിന്നീട് ചെന്ന് അവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും അറിയുണ്ടാവുക അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നുള്ളത്. അപ്പോഴേ നമുക്ക് തോന്നുന്നുണ്ടാവുക കുറച്ച് നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ റിലേഷൻഷിപ്പിലാണോ, അതല്ലെങ്കിൽ ഇപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേ ബി അത് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് അവർ റിജക്റ്റ് ചെയ്താലും പ്രശ്നമല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു മനസ്സ്, ധൈര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്തായാലും ആ ഒരു പേഴ്സന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമുക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ നമ്പർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ടൊന്ന് മെസ്സേജ് അയക്കാം. അതായത് മെസ്സേജ് അയച്ചിട്ട് പിന്നെ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. അതായത് അവരുടെ പെർമിഷനും കൂടി ഉണ്ടായിരിക്കണം. അവർക്ക് ഇഷ്ടമല്ല എന്ന് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ മെസ്സേജ് അയക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ വേറെ സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. അവരുടെ അക്കൗണ്ട് നെയിം കിട്ടിക്കഴിയാണ് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. സോ അത്തരത്തിൽ അവരുമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കാം. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറൊക്കെ കിട്ടിയിട്ട് മെസ്സേജ് അയക്കാനൊക്കെ ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അതായത് അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നുള്ളതാണ്, നിർത്തില്ല. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേട് വരും. അതായത് ഒരു വെറുപ്പ് വരും, വല്ലാത്ത ശല്യമായല്ലോ ഇങ്ങനെയൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അവരെ ഓക്കെ ആക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുക. അവരുമായിട്ടുള്ള കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ അവരുടെ കംഫർട്ടബിൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുമായിട്ടൊരു കോണ്ടാക്ട് മേക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടാക്ട് ഒക്കെ ഉണ്ടാക്കിയെടുത്ത ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ സുഹൃത്തുക്കളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, അവരുടെ നല്ലൊരു സുഹൃത്തായിട്ട് മാറുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് കൂടി നല്ലൊരു ഫ്രണ്ടായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. പകരം നിങ്ങളൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വേണം അവരുമായിട്ട് ഈ പറയുന്ന സുഹൃത്ത് ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അതല്ലാതെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, സോ നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവരെ നിങ്ങളിലേക്ക് ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിതാവാക്കി മാറ്റുക എന്നുള്ളതല്ല എന്നത് നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നല്ലൊരു സുഹൃത്തായിട്ട് മാറുക എന്നുള്ള ചിന്തയോടുകൂടി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോകേണ്ടതും ഒരു നല്ല ഫ്രണ്ടായിട്ട് മാറാനായിട്ട് ശ്രമിക്കേണ്ടതും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. കുറച്ച് പേരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ വളരെ നല്ല ആളാണെന്ന് കാണിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നോട് ഇഷ്ടം തോന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഏറ്റവും നല്ല പാർട്ട് മാത്രമേ ഞാനിവിടെ കാണിക്കുള്ളൂ, എൻ്റെ ഏറ്റവും നല്ല സ്വഭാവമേ ഇവിടെ തുറന്ന് കാണിക്കുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നവർ. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാം.
നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അവരുടെ മുമ്പിൽ കാണിക്കുക. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഒരു യഥാർത്ഥ സ്വഭാവമൊക്കെ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ അത്രയും നാളുണ്ടായിരുന്ന ഇഷ്ടം മുഴുവൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരമായിട്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ഇതാണ് എൻ്റെ ക്യാരക്ടർ, ആ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ നല്ലൊരു സുഹൃത്തായിട്ട് മാറുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ അവരുടെ ഒരു സുഹൃത്തായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ റിയൽ ക്യാരക്ടർ അറിയാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, ഒത്തുപോകാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനും അല്ലെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ നല്ലൊരു സുഹൃത്തായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളും അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. സോ നമ്മൾ അവരുടെ ഫ്രണ്ടായിട്ട് മാറി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ അയ്യോ ഇവൻ എൻ്റെ ഫ്രണ്ടാണല്ലോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഫ്രണ്ടാണല്ലോ, അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കത് ഹേർട്ട് ചെയ്യും. സോ അങ്ങനെ പറയാൻ പാടില്ല. ഇനിയിപ്പോൾ ആൾ ഓക്കെ ആണ്, മീൻസ് ക്യാരക്ടറൊക്കെ കുഴപ്പമില്ല, ഇപ്പം ഞാനുമായിട്ട് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയൊക്കെ അവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടെ തന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറവായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് നിങ്ങളെ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിഷ്ടമല്ല എന്നുള്ള മറുപടിയാണ് പറയുള്ളൂ. അതാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ഫ്രണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം അവരോട് ചെന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പാടുള്ളൂ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്ന കാര്യം ഇതാണ്, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ അവരോട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവർ തിരിച്ചത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 80%. ബാക്കി 20% ചിലപ്പോൾ അവർ ഇഷ്ടമല്ല എന്ന് പറയാനുള്ളതായിരിക്കാം. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഹേർട്ടായി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുക. നമ്മൾ കാണാറുണ്ട് നിരാശ കാമുകൻ കാമുകി, അങ്ങനെയൊന്നും ഇരിക്കരുത്. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് അവരിഷ്ടമല്ല എന്ന് പറഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം, ഞങ്ങളുടെ ക്യാരക്ടർ മേ ബി ഓക്കെ ആയിട്ട് പോവില്ലായിരിക്കാം, അപ്പം ഇനി ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിജക്ഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അത് വിചാരിച്ച് ബാക്കിയുള്ള നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സോ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെ നിന്ന് റെസ്പോൺസ് ഉണ്ടാവാം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രം പോവാം. അവർ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യവുമായിട്ട് കൂടി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. വൺ സൈഡ് ലവ് ആണെന്നുണ്ടെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് പോലും അറിയില്ല, അപ്പോൾ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തിരിച്ചിഷ്ടമാണെന്ന് പറയുമോ, ഇനിയിപ്പോൾ അങ്ങനെ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഒരുപാട് ക്ലയൻറ്റ്സ് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആദ്യം ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ ആദ്യം ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അവർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഓക്കെയാണ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ ക്ലയൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ കുറേ പേരുണ്ടായിരിക്കുമല്ലോ ഇതറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വൺ സൈഡ് ലവ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അത് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്